മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇത്തവണത്തെ ഹജ്ജ് ക്യാമ്പ് തുടങ്ങി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ആകെ 4550 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകളാണ് ഫ്ലൈ അദിൽ എയർലൈൻസ് കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് നടത്തുക. ബുധനാഴ്ച പുലർച്ചെ ആദ്യ സർവീസ് നടത്തി. 350 പേരെ ഉൾക്കൊള്ളുന്ന വൈഡ് ബോഡി വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് സർവീസുകൾ. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്ക് നൽകപ്പെട്ട ഭൂമിയിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മശക്തി പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർ എന്നോട് തന്നെ ഒരു പക്ഷേ ഇപ്പം തന്നെ അവർ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും, ചെയർമാൻ എന്തേ അത് നടക്കാനത്. ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ റാഫി സാഹിബും സംസുദ്ദീൻ സാഹിബും അവരൊക്കെ മുന്നിൽ നമ്മുടെ മുതിർന്ന മെമ്പറായ OV ജാഫർ സാഹിബും അവർ എഞ്ചിനീയർമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഗ്രൗണ്ടിൽ അഭിനയിച്ചു. അപ്പോഴാണ് അവർക്കൊരു സംശയം, ഹജ്ജ് ക്യാമ്പ് തുടങ്ങി ഒരു ചൊരിയുന്ന മഴയുണ്ടായാൽ ഈ വെള്ളം മുഴുവൻ നമ്മുടെ ഹാജിമാരും അജുമ്മമാരും വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഒലിച്ചു വരും. ഹജ്ജ് കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ N ഷാജിദ്, കിയാൽ MD C ദിനേശ് കുമാർ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ OV ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി, അഷ്കർ കോറോഡ്, ഡെപ്യൂട്ടി കമാൻഡന്റ് P ശ്രീജിത്ത്, സെൽ ഓഫീസർ S നജീബ്, ജാഫർ കക്കൂത്ത്, മുഹ്സിൻ ഹുദവി, MCK അബ്ദുൾ ഗഫൂർ, നിസാർ അതിരകം, CK സുബൈർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.